നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. നമുക്ക് എല്ലാവർക്കും ബീഫ് കറി ഉണ്ടാക്കാൻ അറിയാം. അത് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എല്ലാവരും കാണണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു കുക്കർ എടുക്കുവാണ്. അതിനകത്തോട്ട് ഞാൻ 1/2 കിലോ ബീഫുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമുക്ക് ഈ ബീഫ് എടുത്ത് ഈ കുക്കറിനകത്ത് നമുക്കിടാം. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ കുരുമുളക്, നമുക്ക് നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കണം. ഞാൻ അതിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ശകല ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു ചെറിയ 3-4 കൂട്ടം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കരിയാപ്പില ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് അതിനകത്തോട്ട് വേണ്ടുന്ന ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം നല്ല വെന്ത് ഇതിനകത്ത് പിടിക്കും. നന്നായിട്ട് ഈ കഷ്ണത്തെ നമുക്ക് ഉപ്പ് പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇതെല്ലാം ചേർക്കണം. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് നല്ല എരിവ് കിട്ടാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ. ബാക്കി നമ്മൾ പിന്നീടാണ് ചെയ്യുന്നത്. നമുക്ക് കുക്കറിനകത്തൊന്ന് വേവിക്കണം. കുക്കർ അടച്ചു വെക്കാം. ഒരു 6 വിസിൽ വരെ, ഒരു 5-6 വിസിൽ വരെ അടിക്കണം. വിസിൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങി വെക്കുവാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വാങ്ങി വെക്കാം. നമുക്ക് ബാക്കി ചെയ്യാം. ഒരു പാനിലെടുക്കാം. സ്റ്റവ് ഒന്ന് കത്തിക്കാം. പാനൊന്ന് ചൂടാവണം. ഇതിനകത്തോട്ട് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നാടൻ കറികളൊക്കെ ആകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ബീഫിൻ്റെയൊക്കെ കൂടുതൽ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. അത്രയും ഇല്ല, ഒരു 2.5 ടേബിൾ സ്പൂൺ കാണും. ഇത് ഓയിലൊക്കെ നിങ്ങളുടെയൊക്കെ രീതിയിൽ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഇതിനൊക്കെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്തിട്ടാണ് ചെയ്യുന്നത്. ചിലരൊക്കെ തേങ്ങാക്കൊത്തി ഉപയോഗിക്കാറില്ല. ഞാൻ തേങ്ങാക്കൊത്തി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഞാൻ ഇറച്ചി ബീഫ് വേവിക്കാൻ നേരം അതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലാവണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് തേങ്ങാക്കൊത്ത്, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇടാം. തേങ്ങാക്കൊത്തൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ, അതിൻ്റെ പച്ചക്കറിയൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരണം. ഓയിലൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറിയ അതിൻ്റെ പച്ചച്ചെവിയൊക്കെ ഒന്ന് മാറി വരണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിന് ശേഷം നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് തന്നെ ഈ കൊച്ചുള്ളി എല്ലാം കൂടെ അങ്ങ് ഇടാം. എപ്പോഴും ബീഫ് കറിക്ക് നമ്മൾ കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. എപ്പോഴും ഞങ്ങൾ കൂടുതലും കൊച്ചുള്ളി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഇടണം. നമുക്ക് അതിനകത്തോട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൂടെ ചേർക്കാം. അല്പം കരിയാപ്പിലയോടെ നമുക്ക് ചേർക്കാം. രണ്ട് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇടുന്നൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് ഇടുന്നത്. ഒരു പച്ചമുളക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ഇറച്ചി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് ശകല മഞ്ഞപ്പൊടിയും ഉപ്പും ഇടുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വാടും. നമുക്കതുകൊണ്ട് അതിനൊരു ഇതിനകത്തോട്ടൊക്കെ ഒന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കും. ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പ് അങ്ങ് ചേർക്കാം. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടും അത്രയും ഉള്ളിക്കൊക്കെ നല്ല ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കുമ്പോൾ കറി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഒരുമാതിരി വാടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മസാലകളൊക്കെ ചേർക്കണം. നമ്മൾ ആദ്യം ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. മല്ലിപ്പൊടി ചേർക്കാം.
നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നമ്മൾ കുരുമുളകൊക്കെ തോനെയും ചേർക്കുന്നുണ്ട്. ഒരുപാട് നമുക്ക് മുളക് പൊടി വേണ്ട. മുളക് അത് നമ്മളിത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. കുരുമുളകൊക്കെ ഇട്ടുണ്ട്. ഇവിടെ കൂടുതൽ എരിവ് വേണ്ടത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോളുക. നമ്മൾ എന്നിട്ട് ഒന്ന് അത് ഫ്ലെയിം ഇട്ടത് കരിഞ്ഞു പോകാതെ ഇളക്കണം, മിക്സ് ആക്കണം. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. നമ്മൾ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി നമുക്കൊന്ന് എടുക്കാം. ബീഫ് നമുക്ക് ഇതിനകത്തോട്ട് തട്ടാം. നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫ്. നല്ല ചൂടാണ്, എനിക്ക് എടുത്തോടാൻ വയ്യ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തോട്ടും തട്ടാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. അന്നേരം ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് ഇതിനോടൊന്ന് ചേരണം. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ഇതൊക്കെ കുക്കറൊക്കെ നമുക്ക് മഴയ്ക്ക് ഒഴിച്ച് ചെറുതായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് അരപ്പൊന്ന് നമുക്കൊന്ന് തിളയ്ക്കണം. തിളച്ച് നമുക്ക് കടുക് പൊട്ടി ഒഴിക്കണം. നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് മാത്രം ഇരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. തോനെയും വേണ്ട, കടുക് പൊട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂണ്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടണം. നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കടുക് പൊട്ടി. നമുക്ക് അതിനകത്തോട്ട് എന്തെങ്കിലും കരിയാപ്പില ഇടാം. 2 വറ്റൽമുളകോടെ ചേർക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം. നമ്മുടെ ബീഫ് കറിയിലോട്ട് നമുക്കത് ഒഴിക്കാം. നമ്മൾ ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി പറഞ്ഞാൽ നമ്മൾ തിളച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ കടുക് താളിച്ച് നമുക്ക് ഒഴിക്കാം. കടുക് താളിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒഴിക്കാം. നമുക്കൊരു 2 മിനിറ്റ് വെച്ചേക്കാം. ഇതിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടുവിൻ്റെ എണ്ണയുടെ ഇതിൻ്റെയൊക്കെ മണം പോയ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് എന്തായിട്ടൊന്ന് അതിൻ്റെ മണമല്ല ഇതിനകത്ത് നമ്മുടെ കറിക്കകത്ത് പിടിക്കത്തുള്ളൂ. നമ്മൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി എങ്ങനെ നോക്കാം. നല്ല അടിപൊളി കറിയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ട്, അടിപൊളി ഇറച്ചിക്കറിയാണ്. നമ്മുടെ ഇറച്ചിക്കറിയാണ് ഇത്. നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെ, ഇനി ഞാൻ പാലപ്പമാണ് എടുത്തേക്കുന്നത് ഇറച്ചിക്കറി കൊട്ടിയാൽ. ചോറിൻ്റെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട ഏത് നമ്മളെ കഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഇറച്ചിക്കറി കൂട്ടാം. എല്ലാം നമ്മൾ കഴിക്കുന്നതിനും നമ്മൾ ഇറച്ചി കൂട്ടാവുന്നതുണ്ട്. നല്ല അടിപൊളി കറിയായിട്ടാണ് വെച്ചേക്കുന്നത്. നല്ല മണവും എല്ലാം ഉണ്ട്. വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് നമുക്ക് മല്ലിയില ചേർക്കുന്നവർ ചേർക്കാം. ഇവിടെ മല്ലിയുടെ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. മല്ലിയില ചേർക്കുമ്പോൾ അതിൻ്റേത് മല്ലിയുടെ ഒരു മണവും അതിൻ്റെ സ്വാദയും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കൊന്ന് അതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. നമുക്കൊരു അപ്പം എടുത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം എടുത്തിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്, കഴിച്ച് നോക്കട്ടെ എങ്ങനെയാന്ന്. നല്ല എരിവുണ്ട് കേട്ടോ, കറിക്ക് നല്ല എരിവാണ്, സൂപ്പറാണ്. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്, നല്ല എരിവ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.